ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ അതേ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സോയാബീൻ റോസ്റ്റ്. അപ്പോൾ ഒരു 150 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് വേവിക്കണം ഇത്. ഇനി അത് നമുക്ക് നന്നായിട്ട് കഴുകി തണുത്തതിന് ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്ത് വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് മസാലകളാണ് ഇടുന്നത്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം, 1 സ്പൂൺ കുരുമുളക്, ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 5 വറ്റൽമുളകും കൂടെ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമുക്ക് ഒരു ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരല്പം കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരട്ടെ. അത് നമ്മൾ അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് സവാളയും എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു 1.25 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ അതിലിട്ട് ഈ സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. നമുക്കിങ്ങനെ സോസ് ഇല്ലെങ്കിൽ വലിയൊരു തക്കാളി മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. അപ്പം ടൊമാറ്റോ സോസും തേങ്ങയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് അതിൽ നിന്നൊരു പകുതി ഭാഗം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് അവസാനം നമുക്ക് മിക്സിയിൽ അടിച്ച് ചേർക്കാം. ബാക്കിയുള്ളതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. നമ്മൾ സോയാബീൻ വേവിച്ചപ്പോൾ അല്പം ഉപ്പിട്ടായിരുന്നു, അതൊക്കെ പിഴിഞ്ഞ് കളഞ്ഞുകൊണ്ട് ഉപ്പ് കുറയും. പിന്നെ ഉള്ളി വാട്ടിയപ്പോൾ ഇട്ടു. അപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച മസാലകളുണ്ടല്ലോ അതെല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാടിയ സവാളയും തേങ്ങയും എല്ലാം കൂടെ പകുതി എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ അത് നമ്മൾ അരച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ജാറ് കഴിയ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ നാരങ്ങാനീരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നാരങ്ങാനീരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ കറിവേപ്പില പൊടിച്ച് ചേർത്തത് കൊണ്ട് ഞാൻ അവസാനം മല്ലിയിലയാണ് ചേർത്തത്. മല്ലിയിലയും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചി ബീഫും ചിക്കനും ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ സോയാബീൻ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കലും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.